ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അച്ചുവിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരെ കോടതിയിലേക്ക് ഹാജരാക്കാനായി കൊണ്ടുപോവുകയാണ്. അർച്ചന അച്ചുവിനോട് പറയുന്നുണ്ട്, നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് തന്നെ നീ ധൈര്യമായിട്ട് പോ, ഞാൻ കോടതിയിലുണ്ടാവുമെന്ന് പറയാണ്. അതിനുശേഷം ചിന്നു JK വിളിക്കുന്നുണ്ട്. ചിന്നു ആണെങ്കിൽ അച്ചുവിനെ അറസ്റ്റ് ചെയ്തതറിഞ്ഞ് ആകെ സങ്കടത്തോടെയാണ് JK വിളിക്കുന്നത്. വീഡിയോ എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. ആ വീഡിയോ കണ്ട് ഇപ്പൊ എല്ലാവരും ആഘോഷിക്കുകയാണെന്ന് ചിന്നു അങ്ങനെ പറയുമ്പോൾ JK പറയുന്നുണ്ട്, ഒളിഞ്ഞിരുന്ന് മറ്റുള്ളവരെ തകർക്കുന്ന ചില മനോരോഗികൾ സോഷ്യൽ മീഡിയയിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നങ്ങനെ JK പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, കുഞ്ഞമ്മാവനെ സസ്പെൻഡ് ചെയ്തു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്നങ്ങനെ പറയുമ്പോൾ JK പറയുന്നുണ്ട്, അത് സാധാരണ ഒരു നടപടി തന്നെയാണ്, അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സസ്പെൻഷൻ, അതിനെ അങ്ങനെ കണ്ടാൽ മതി. ത്തിന്റെ ഭാഗത്തു നിന്ന് നീതി നടപ്പിലാക്കുന്ന ഒരു പോലീസ് ഓഫീസറാണ് അച്ചു, അതുകൊണ്ട് തന്നെ ചുറ്റിലും ശത്രുക്കൾ ഉണ്ടാവും. ആ ശത്രുക്കളിൽ നിന്ന് നേരിട്ട ഒരു ചതിയാണിത്. അച്ചു ഈ ചതിയിൽ പെട്ടുപോയതാണ്. അച്ചുവിനെ മനസ്സിലാക്കുന്നവരാരും ഇതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല മോളെ. കേസ് എന്തായാലും നിലനിൽക്കില്ല. അച്ചുവിന്റെ നിരപരാധിത്വം തെളിയിക്കാനായി കഴിയും. അതിനല്ലേ അർച്ചനയുള്ളത്. അർച്ചന അച്ചുവിന്റെ അടുത്ത് എത്തിക്കാണും, അതുകൊണ്ടാണ് വിളിച്ചിട്ട് കിട്ടാത്തത്. ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതിയെന്ന് ഞാൻ അർച്ചനയ്ക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. പിന്നെ എന്തായാലും ധൈര്യമായിട്ടിരിക്കുകയെന്ന് JK അങ്ങനെ പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അങ്കിളിപ്പോ വിളിച്ചപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അങ്കിളെ എഴുത്തിന്റെ തിരക്കിലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട്, ഇല്ല, ഇന്നിപ്പോ വൈകിട്ടല്ലേ ഉള്ളൂ എഴുത്ത്. പിന്നെ എനിക്ക് ആ ഫോൺ ചെയ്ത പെൺകുട്ടിയില്ലേ ഗോപിക, അവൾക്ക് ഞാനൊരു സമ്മാനം അയച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ച ആളല്ലേ ആ കുട്ടി, അതുകൊണ്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു എന്ന് JK അങ്ങനെ പറയുമ്പോൾ ചിന്നു ആകെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതിന് അങ്കിൾ എങ്ങനെയാണ് ഗിഫ്റ്റ് അയച്ചത്, കുട്ടിയുടെ അഡ്രസ്സ് അങ്കിളിന് അറിയോ എന്ന് ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട്, ഞാൻ കൊറിയറിലാണ് അയച്ചത്, കുട്ടിയുടെ അഡ്രസ്സൊക്കെ എനിക്ക് കിട്ടി, അഡ്രസ്സ് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് JK അങ്ങനെ ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ആ പറഞ്ഞോളൂ എന്ന് JK അങ്ങനെ പറയുന്നുണ്ട്. ചിന്മയി അമ്പാട്ട് വീട് എന്നങ്ങനെ പറയാണ്. ഇത് കേട്ട് ചിന്നുവിനാകെ സന്തോഷാവുന്നുണ്ട്. ചിന്നു അങ്ങനെ ചമ്മി നിൽക്കുകയാണ്. JK അപ്പൊ പറയുന്നുണ്ട്, നീയാണ് ഗോപിക എന്ന പേരിൽ വിളിച്ചതെന്ന് എനിക്കറിയായിരുന്നു മോളെ, എല്ലാം കണ്ടുപിടിക്കാൻ ഒരു എഴുത്തുകാരന് കഴിവുണ്ട്. സമ്മാനം അധികം വൈകാതെ തന്നെ അവിടെ എത്തും. പിന്നെ അച്ചുവിന്റെ കാര്യത്തിൽ ധൈര്യമായിട്ടിരിക്കെ ടെൻഷൻ അടിക്കണ്ട, സത്യം എന്തായാലും ജയിക്കുമെന്ന് പറഞ്ഞ് ചിന്നുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് JK അങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നീട് അച്ചുവിനെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ജഡ്ജിനോട്ട് പോലീസുകാരനോട് ചോദിക്കുന്നുണ്ട്, ഈ അച്ചു കൃഷ്ണനെ നിങ്ങൾ എവിടെ നിന്നാണ് അറസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. പോലീസുകാരനപ്പൊ പറയുന്നുണ്ട്, പരാതിക്കാരിയുടെ വീട്ടിൽ നിന്നാണെന്ന്. ആ സമയത്ത് അവിടുത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു, സംശയകരമായിരുന്നു എന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, സംശയാസ്പദം തന്നെയായിരുന്നു, ആളുകളെല്ലാം കൂടിയിരുന്നു, പോലീസിന് വലിയ അപമാനമായിരുന്നു എന്ന് പറയാണ്. ജഡ്ജി അപ്പൊ ചോദിക്കുന്നുണ്ട്, പരാതിക്കാരി എത്തിയിട്ടുണ്ടോ എന്ന്. ശില്പ അപ്പൊ മുന്നോട്ടേക്ക് വന്ന്, ഉണ്ട് സാർ എന്ന് പറയാണ്. ആരുടെങ്കിലും പ്രേരണ കൊണ്ടാണോ ഈ പരാതി കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ ശില്പ പറയുന്നുണ്ട്, അല്ല സാർ, ഞാൻ സ്വയം പരാതി കൊടുത്തതാണെന്ന് പറയാണ്. പരാതിയിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു സാർ, ഇത്രമാത്രം വലിയ അപമാനമാണ് ഞാൻ നേരിട്ടതെന്ന് പറയാണ്. ഇത് കേട്ട് അർച്ചന ജഡ്ജിയോട് പറയുന്നുണ്ട്, ക്ഷമിക്കണം സാർ, സത്യസന്ധനായ ഒരു പോലീസുകാരനെ കരുതി വാരി തേക്കാനാണ് ഇങ്ങനെ ഒരു ചതി ഉണ്ടാക്കിയത്. ഇത് കൂട്ടി നടപ്പിലാക്കിയ ഒരു നാടകമാണിത്. അപരാധിത്വം മനസ്സിലാക്കി അച്ചു കൃഷ്ണന് ജാമ്യം അനുവദിക്കണമെന്ന് താഴ്മയായി ഞാൻ അപേക്ഷിക്കുന്നുവെന്ന് അർച്ചന അങ്ങനെ ജഡ്ജിയോട് പറയാണ്. ഇത് കേട്ട് ജഡ്ജി പറയുന്നുണ്ട്, ഇതൊരു നോൺ ബെയിൽ ഒഫൻസ് ആണെന്ന് അർച്ചനയ്ക്ക് അറിയില്ലേ, റിട്ടൺ കംപ്ലൈന്റ് ഉണ്ട്, CI ഉൾപ്പെടെ സാക്ഷികളുമുണ്ടെന്ന് ജഡ്ജി അങ്ങനെ പറയുമ്പോൾ അർച്ചന ആകെ തകർന്നു പോവുകയാണ്. ജഡ്ജി അങ്ങനെ അന്തിമ തീരുമാനം പറയാണ്. അതുകൊണ്ട് 15 ദിവസത്തേക്ക് അച്ചു കൃഷ്ണനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നങ്ങനെ കോടതി ഉത്തരവ് പറയാണ്. ഇത് കേട്ട് അച്ചുവും അർച്ചനയും ആകെ ഷോക്കാവുന്നുണ്ട്. കോടതിയിൽ നിന്ന് ഇറങ്ങിയ അർച്ചന ആകെ മനസ്സ് തകർന്ന് നേരെ അമ്പലത്തിലേക്ക് വരികയാണ്. അമ്പലത്തിനകത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് അവിടെ ചന്ദ്ര നിൽക്കുന്നത്. ചന്ദ്ര അർച്ചനയെ കാണുന്നതും വിളിക്കുന്നുണ്ട്. പിന്നീട് അർച്ചനയെ പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ഹലോ, നീ എന്താ അർച്ചനെ ഒറ്റയ്ക്കുള്ളോ, അച്ചു ഇല്ലേ, അമ്മയും കിട്ടി വരുന്ന വഴിക്ക് അവനൊരു സ്വീകരണം കൊടുക്കാൻ വേണ്ടി ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു, എന്താ ദേഷ്യം വന്ന് നിന്റെ മുഖമാകെ ചുവന്നിട്ടുണ്ടല്ലോ അർച്ചനെ എന്നങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോ, എന്താ അടികൊണ്ട് നിന്റെ കണ്ണ് ചോക്കുന്നത് കാണണോ എന്ന് അർച്ചന തിരിച്ചു ചോദിക്കുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, അതൊക്കെ പണ്ട് ഡാനിയൻ എന്നെ കേസിൽ കുടുക്കിയ സമയത്ത് നീ ഉൾപ്പെടെ എന്നെ തല്ലി, കണ്ട അലവലാദികൾ വരെ എന്റെ ദേഹത്ത് കൈവച്ചു, നീയും എന്റെ നേർക്ക് കൈയോങ്ങിയാൽ നിന്റെ കണ്ണിലൂടെ പൊന്നീച്ച പറക്കും, തുണയുണ്ടെങ്കിൽ ഇനി നീയൊന്ന്
എന്നെ തല്ലി നോക്ക്. ഇതിനു മുന്നേ നിങ്ങൾ എന്നെ ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഇനിയിപ്പോ നിന്നെ എനിക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. ഇപ്പടഞ്ഞെത്താൻ നിന്റെ അനിയൻ ഇപ്പൊ SI അല്ലെന്ന് നീ ഓർത്തോ? ഇത് ഭീഷണിയും വെല്ലുവിളിയൊന്നുമല്ല, എന്റെ ശാപമാണ്. നെറ്റിയിൽ നോക്ക്, ഭദ്രകാളിക്ക് വേണ്ടി പൂജ ചെയ്ത കുങ്കുമമാണ് ഞാൻ തൊട്ടിരിക്കുന്നത്. പ്രതികാരം ചെയ്തിരിക്കും ഞാൻ. സസ്പെൻഷന് പിന്നാലെ ഡിസ്മിസൽ ഓർഡറും അച്ചുവിന് കിട്ടിയിരിക്കും. അവന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. നിന്റെ വക്കീൽ പദവിയൊന്നും അവനെ രക്ഷിക്കാനാവില്ല എന്നങ്ങനെ ചന്ദ്ര പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നീ ഇങ്ങനെ തുള്ളുന്നത് കാണുമ്പോൾ എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. നീ അച്ചുവിന്റെ പതനം കാണാൻ കാത്തിരിക്കുമ്പോൾ നീ ഒരു കാര്യം ആലോചിക്കണം. അവൻ എൻ്റെ അനിയൻ മാത്രമല്ല, നിന്റെ സഹോദരിയുടെ ഭർത്താവ് കൂടിയാണ്. അത് നീ ആലോചിക്കണമെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അതിലൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല. ക്കുവിന് പറ്റിയ ഒരു അബദ്ധമാണ് ആ കല്യാണം. ഞാൻ നിൽക്കുന്ന ഒരു ഭർത്താവിന്റെ മുഖത്ത് ഒരു ആട്ട് വെച്ചു കൊടുത്തിട്ട് അവള് ആ വീട്ടിൽ നിന്ന് ഇറങ്ങും. അങ്ങനെ അവൾ ആ അബദ്ധം അങ്ങോട്ട് തീർത്ത് കളയുമെന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, കൂട്ടലൊക്കെ കൊള്ളാം, പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഒരിക്കലും ശിക്ഷിക്കപ്പെടില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവന് കേസ് നടത്താൻ പോവില്ല. പക്ഷെ അവൻ നിരപരാധിയാണെങ്കിൽ ഞാൻ അവനെ രക്ഷപ്പെടുത്തിയിരിക്കും എന്നും പറഞ്ഞ് അർച്ചന പോവാനായി നിൽക്കുമ്പോൾ വീണ്ടും ചന്ദ്ര അർച്ചനയെ അവിടെ പിടിച്ചു നിർത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കേസിൽ നിന്ന് നീ ചിലപ്പോ അവനെ രക്ഷപ്പെടുത്തിയിരിക്കും, പക്ഷേ എന്റെ പ്രതികാരത്തിന്റെ അഗ്നിയിൽ നിന്ന് അവൻ രക്ഷപ്പെടില്ല, നീയും രക്ഷപ്പെടില്ല. പക്ഷേ ഭദ്രകാളിയുടെ കുങ്കുമമാണേ സത്യം. ഇപ്പൊ നീ ചെല്ലെന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോൾ അർച്ചനയാണെങ്കിൽ മറിച്ചൊന്നും പറയാതെ അവിടെ നിന്നും അങ്ങനെ അമ്പലത്തിലേക്ക് തൊഴാനായി പോവുകയാണ്. പിന്നീട് അർച്ചന വീട്ടിലെത്തുന്നുണ്ട്. വീട്ടിലെത്തി ആകെ മനസ്സ് തകർന്ന് ഉമ്മറ തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രുക്കും രമ്യയും മഞ്ജുവും എല്ലാവരും വരുന്നുണ്ട്. രമ്യ ചോദിക്കുന്നുണ്ട്, അച്ഛന് ജാമ്യം കിട്ടിയില്ല അല്ലേ ചേച്ചി? ചന്ദ്രാന്തത്തിൽ നിന്നാണെന്ന് തോന്നുന്നു, രുക്കുവിനെ ആരോ വിളിച്ചു പറഞ്ഞു എന്നങ്ങനെ രമ്യ പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, 15 ദിവസത്തേക്ക് അവനെ റിമാൻഡ് ചെയ്തു. ജാമ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല എന്ന് അർച്ചന അങ്ങനെ സങ്കടത്തോടെ പറയുമ്പോ രുക്കു ഇത് കേട്ടുകൊണ്ട് പറയുന്നുണ്ട്, എല്ലാ വക്കീലന്മാരും തന്റെ കക്ഷികൾക്ക് വേണ്ടി ഹാജരാകുന്നത് പ്രതീക്ഷയോടെ തന്നെയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമായില്ലല്ലോ. കാര്യത്തിൽ ആരും എന്നെ ആശ്വസിപ്പിക്കാൻ വരണ്ട. എന്റെ ഭർത്താവ് ജയിലിലേക്ക് പോയി. അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ എന്റെ നിലയ്ക്ക് ഏതെങ്കിലും അഡ്വക്കേറ്റിനെ ഏർപ്പാടാക്കുമായിരുന്നു. അച്ഛനേച്ചി ശ്രമിച്ചാലും ഇല്ലെങ്കിലും അച്ചൂപ്പ ജയിലിലായല്ലോ. ഇതുവരെ അവൻ സംശയത്തിന്റെ നിഴലിൽ മാത്രമായിരുന്നു. ഇപ്പോഴോ സ്ത്രീപീഡനത്തിന്റെ കേസിൽ അവൻ ജയിലിലായി. മാനിക്കാവുന്ന കാര്യമാണല്ലോ. നിന്ന നിൽപ്പിൽ ഉരുകിപ്പോയാലോ എന്ന് തോന്നിപ്പോവാണ് എനിക്ക്. ഇതും വലിയ ഒരു അപമാനം ഇനി വരാനുണ്ടോ? നിങ്ങൾക്ക് അച്ചു അനിയനായിരിക്കും, പക്ഷെ ഒരു ഭാര്യ അനുഭവിക്കുന്ന നീറ്റല് അത് എത്രയോ വലുതാണ്. ഭാര്യ എന്ന സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ അതെന്താണെന്ന് മനസ്സിലാവൂ. ഞാനും ഇതിനു മുന്നേ പലവട്ടവും പിണങ്ങിയിട്ടുണ്ട്, പക്ഷെ അതെല്ലാം ഈ വീട്ടിലുള്ള ഇഷ്യൂ കാരണമാണ്. ഒരുപാട് പ്രതീക്ഷയോടാണ് ഞാൻ അവനെ സ്നേഹിച്ചത്. വീട്ടുകാരെ ധിക്കരിച്ചുകൊണ്ട് അവന്റെ ഭാര്യയായത് ഒത്തിരി സ്വപ്നത്തോടെയാണ്. എന്നാൽ ഇവിടെ വന്നപ്പോൾ എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി. പോലീസ് ഇൻസ്പെക്ടർ ഇപ്പൊ ഇതേ പെണ്ണ് കേസിൽ ജയിലിലുമായി എന്ന് രുക്കു അങ്ങനെ പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, അച്ചു തെറ്റ് ചെയ്തെന്ന് രുക്കു വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ഞാൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവനെ ജയിലിൽ നിന്ന് വിട്ടയക്കൂ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. അർച്ചനപ്പ പറയുന്നുണ്ട്, ആരോ കരുതി കൂട്ടി ചെയ്ത ചതിയാണിത്. പെൺകുട്ടിയോടും അവൻ മോശമായി പെരുമാറില്ല. അങ്ങനെയല്ല ഞാൻ അവനെ വളർത്തിയത്. വളർത്തിയ അച്ചുവിന് ഗുണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ, ദോഷങ്ങൾ ഉണ്ടായിട്ടില്ല. അർച്ചന പറയുമ്പോൾ രുക്കു ചോദിക്കുന്നുണ്ട്, അതിനർത്ഥം ഞാൻ ഭാര്യയായിട്ട് വന്നപ്പോഴാണോ അവന് ദോഷങ്ങൾ ഉണ്ടായത്? ചേച്ചി ഇപ്പൊ പറയാതെ പറഞ്ഞതിന്റെ അർത്ഥം അത് തന്നെയാണ്. ഒരിക്കലും എന്റെ അവസ്ഥ മനസ്സിലാവില്ല ചേച്ചി. എന്റെ വലിയേട്ടനുമായി നിങ്ങൾ പിരിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കൂടെ നിൽക്കാൻ കുറെ ഭടന്മാര് വേണമായിരുന്നു. അതിനുവേണ്ടിയാണ് നിങ്ങളുടെ അനിയന്മാരെ കൂട്ടുപിടിച്ചതെന്ന് രുക്കു അങ്ങനെ പറയുമ്പോൾ അർച്ചനയ്ക്ക് ദേഷ്യം വരികയാണ്. അർച്ചന പറയുന്നുണ്ട്, രുക്കു മതിയാക്ക, നിർത്ത്, നിന്റെ സംസാരം അതിരു വിടുന്നു. ഒരു കാര്യം അങ്ങോട്ട് ചോദിച്ചാൽ നീ സത്യം പറയുമോ? അച്ചുവിന്റെ ഈ കേസിൽ വാസ്തവമുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അവനൊരു വീട്ടിൽ കയറി ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ നോക്കിയെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? അതെനിക്കറിയണമെന്ന് അർച്ചന അങ്ങനെ തർപ്പിച്ച് ചോദിക്കുകയാണ്. അപ്പൊ പറയുന്നുണ്ട്, ഇപ്പൊ എന്താ കേസും സാക്ഷികളും ഉണ്ടായില്ലേ, അപ്പൊ പിന്നെ എങ്ങനെ വിശ്വസിക്കാതിരിക്കും എന്നങ്ങനെ രുക്കു പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, അതുകൊണ്ട് എന്താണ്? അച്ചുവിനോട് നീ ഇപ്പൊ കാണിക്കുന്ന രോഷം ആത്മാർത്ഥമാണെങ്കിൽ നീ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിയെത്തുമായിരുന്നു. ഭാര്യയുടെ നാണക്കേട് പോലെ തന്നെ പ്രധാനമാണ് ഭർത്താവിന്റെ അഭിമാനവും. അവൻ നിരപരാധിയാണെങ്കിൽ കൂടെ നിന്ന് സത്യം തെളിയിക്കേണ്ടത് ഭാര്യയുടെ കൂടി കടമയാണ്. അച്ചുവിന്റെ ഭാഗത്ത് ന്യായമുണ്ടോ എന്ന് പോലും അന്വേഷിക്കാൻ നീ തയ്യാറായില്ലല്ലോ.
പ്രശ്നം ഉണ്ടാവുമ്പോൾ മാറി നിന്ന് കല്ലെറിയാനല്ല കൂടെ നിന്ന് പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഒരു ഭാര്യയുടെ കടമയാണ് അതെന്നും പറഞ്ഞ് അർച്ചന അങ്ങനെ അകത്തേക്ക് പോവുകയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, എന്നെ കോടതിയിൽ തോറ്റിട്ട് വന്നിട്ട് എന്നെ ഉപദേശിക്കാൻ നിൽക്കുന്നുവെന്ന്. രുക്കു അങ്ങനെ പറയുമ്പോൾ അർച്ചന അകത്തേക്ക് പോവാൻ നിൽക്കുന്നതും അത് കേൾക്കുന്നുണ്ട്. എന്നാൽ അർച്ചന ഒന്നും തന്നെ മിണ്ടുന്നില്ല. പിന്നീട് ചന്ദ്രയും മധുബാലയും കൂടി കൊറിയർ ഓഫീസിലേക്ക് വരികയാണ്. എന്നിട്ട് അവിടെയുള്ള സ്റ്റാഫിനോട് പറയുന്നുണ്ട്, ജയകൃഷ്ണൻ എന്ന ആള് അയക്കാനിരുന്ന കൊറിയർ മാറിപ്പോയി, പകരം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് അയച്ചാൽ മതി. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഞാൻ എന്നൊക്കെ മധുബാല അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ആ സ്റ്റാഫ് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറ്റില്ല, അങ്ങനെ കൊറിയർ മാറ്റണമെന്നുണ്ടെങ്കിൽ ആ സാറ് തന്നെ നേരിട്ട് വരട്ടെ എന്നൊക്കെ പറയാണ്. ചന്ദ്രപ്പ പറയുന്നുണ്ട്, സാറ് കുറച്ചു മുന്നെയാണ് ഒരു അത്യാവശ്യമായിട്ട് ഹൈദരാബാദിലേക്ക് പോയത്, ഒരു മാസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ, ഗിഫ്റ്റ് അതിനു മുന്നേ കിട്ടണം എന്നങ്ങനെ ചന്ദ്ര പറയുമ്പോൾ ആ സ്റ്റാഫ് പറയുന്നുണ്ട്, സോറി മേഡം, നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരിയാവില്ല, അങ്ങനെ ചെയ്യാൻ കഴിയില്ല, എന്റെ ജോലി പോകുമെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ നിന്റെ ജോലി ഞങ്ങൾ കളയും. ഇതാരാണെന്നറിയോ? അയാളുടെ ഭാര്യയാണ്, ജഡ്ജിയുടെ മകൾ കൂടിയാണ്, ഞാൻ പോലീസ് കമ്മീഷണറുടെ ഭാര്യയാണ്, ഈ വെറുതെ ഒന്നും ഞങ്ങൾക്ക് ചെയ്തു തരണ്ട, ഇത് വെച്ചോ എന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങനെ പേഴ്സിൽ നിന്ന് ക്യാഷ് എടുത്ത് ആ പെൺകുട്ടിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അപ്പൊ തന്നെ ആ പെൺകുട്ടി പോയി ചിന്മയി എന്ന 2 അഡ്രസ് നോക്കി ആ കൊറിയർ എടുത്തുകൊണ്ട് വന്ന് ചന്ദ്രയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ചന്ദ്ര അത് തുറന്നു നോക്കുന്ന സമയത്ത് ഒരു അച്ഛന്റെയും മോളുടെയും സ്നേഹത്തിന്റെ ഗിഫ്റ്റാണ് JK അയച്ചിരിക്കുന്നത്. ആ ഗിഫ്റ്റ് മാറ്റിക്കൊണ്ട് മധുബാലയുടെ കയ്യിലുള്ള ഗിഫ്റ്റ് തരാനായി പറയാണ്. ഒരു കാമുകൻ കാമുകിക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഗിഫ്റ്റാണത്. കാണുന്നതോടെ ചിന്നു എന്തായാലും JK ഒന്ന് സംശയിക്കും, JK വെറുക്കുമെന്ന് പറഞ്ഞ് ചന്ദ്ര വേഗം തന്നെ ആ ഗിഫ്റ്റ് എടുത്ത് പാക്ക് ചെയ്യുന്നുണ്ട്. പിന്നീട് അർച്ചനയാണെങ്കിൽ എല്ലാവർക്കുമായി ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ചിന്നു അങ്ങോട്ടേക്ക് വരുന്നത്. അമ്മേ, ബാക്കിയുള്ള ചപ്പാത്തി ഞാൻ പരത്തി തരാട്ടോ എന്ന് ചിന്നു അങ്ങനെ പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, നിനക്ക് പഠിക്കാനില്ലേ എന്ന്. ചിന്നു അപ്പൊ പറയുന്നുണ്ട്, ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റിരുന്ന് പഠിച്ചോളാം, നമ്മൾ കൊണ്ടുപോകുന്ന ഫുഡ് കുഞ്ഞമ്മാവിന് കൊടുക്കാൻ പറ്റുമോ അമ്മേ അവിടെ, അതൊക്കെ അവിടെ അലൗഡ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അലൗഡ് അല്ല, പക്ഷേ അവൻ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന പ്രതിയല്ലല്ലോ, റിമാൻഡിലല്ലേ, അതുകൊണ്ട് റിക്വസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രുക്കു വരുന്നുണ്ട്. രുക്കു അങ്ങനെ ബോട്ടിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുകയാണ്. ചിന്നു അപ്പോൾ രുക്കുവിനോട് പറയുന്നുണ്ട്, കുഞ്ഞമ്മാവിന് കൊണ്ടുപോകാനായി ചപ്പാത്തിയും വെജിറ്റബിൾ കറി ഉണ്ടാക്കുകയാണ് ആന്റി എന്ന് പറയുമ്പോൾ അർച്ചന രുക്കുവിനോട് പറയുന്നുണ്ട്, 10 മിനിറ്റിനകം ആഹാരം റെഡിയാവും. അപ്പോഴേക്കും റെഡിയാവില്ല എന്ന് ചോദിക്കുമ്പോൾ രുക്കു അർച്ചനയോട് തിരിച്ച് ഞാനെന്തിന് റെഡിയാവണമെന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് അർച്ചന അങ്ങനെ രുക്കുവിനെ തന്നെ നോക്കി ഞെട്ടി അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.